friends, assalamualaikum. Welcome back to Stitch Lab. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 5 ടൈപ്പിലുള്ള ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ അറ്റത്ത് നിന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ ഒരു നീഡിലിനെ പൊക്കിയതിൻ്റെ അടുത്തായിട്ട് തന്നെ വീണ്ടും നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തി വെക്കാം. എന്നിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇതാ കുറച്ച് അപ്പുറത്തേക്ക് ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ത്രെഡിനെ ഇതിലൊന്ന് ചുറ്റിയിട്ട് നീഡിലിനെ പതിയെ ഒന്ന് വലിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം. എന്നിട്ട് ആ ഒരു ത്രെഡ് ഇതിലൊന്ന് ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമുക്ക് റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ കുറച്ച് പുറത്തുനിന്ന് നമ്മൾ നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ കുത്തിയതിൻ്റെ അടുത്തായിട്ട് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തിയിട്ട് ഈ ഒരു ത്രെഡിനെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നമുക്കിതാ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. വീണ്ടും നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു 2 ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കുത്തിയതിൻ്റെ അടുത്തായിട്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. വീണ്ടും നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് നിന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു 2 ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് വിപ്പിഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ അറ്റത്ത് നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ തന്നെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഈ ലൈന് ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം.
ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഈ ഒരു അറ്റത്ത് നിന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിതാ ഫസ്റ്റ് നമ്മൾ ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ താഴെ കൂടി നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെയും ഇതുപോലെ നീഡിലിനെ ഒന്ന് കയറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റിച്ച് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതാ 2 കളർ ത്രെഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ 2 ത്രെഡിനെയും കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് നീഡിലൊന്ന് കോർത്തെടുക്കണം. അപ്പോൾ നമ്മളിതാ നീഡിലിൽ ത്രെഡ് കോർത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരറ്റത്ത് കെട്ടിട്ട് കൊടുക്കാം. നമ്മളിതാ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ ഒരു അറ്റത്ത് നിന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. അതായത് നമ്മൾ നീഡിലിനെ പൊക്കിയതിൻ്റെ അടുത്തായിട്ട് തന്നെ വീണ്ടും നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ത്രെഡിനെ നമ്മൾ ഇതുപോലെ ഈ ഒരു നീഡിലിൽ ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. വീണ്ടും നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത കളറ് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഈ നീഡിലിനെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ 2 കളറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു കളറിനെ വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു കളറ് വീണ്ടും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു സെയിം കളർ ത്രെഡ് തന്നെയാണ് നമ്മൾ മൂന്നാമത്തതും ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് നാലാമത്തത് രണ്ടാമത് ചെയ്ത ആ ഒരു കളറ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ നീഡിലിൽ നിന്ന് കുത്തിയിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തി വെച്ചിട്ട് നമ്മൾ രണ്ടാമത് ചെയ്ത ആ ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഓരോ കളർ വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് ടൈഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ലൈനും കൂടിയും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ 2 ലൈൻസ് ഇല്ലേ, അതിൽ രണ്ടിലും നമുക്കൊന്ന് ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം.
നമ്മളിതാ 2 ലൈൻസിൽ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഒന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു 2 ത്രെഡിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ത്രെഡിനെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നീഡിലിൻ്റെ ബാക്ക് സൈഡിലൂടെ നമുക്ക് നീഡിലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു കെട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു സെൻറ്ററിലുള്ള ഈ 2 ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ത്രെഡിനെ ഈ ഒരു നീഡിലിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ കൊടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു നീഡിലിന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.